ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ 100 ഡേയ്സ് ചലഞ്ചിലെ ഡേ 39 ആണ്. ഇന്ന് നമ്മൾ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിലെ അവസാനത്തെ ക്ലാസ്സാണ്. സുപ്രീം കോടതി, ഹൈക്കോടതി, ഈ രണ്ട് ചെറിയ ടോപ്പിക്കുകളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ലാസ് വരാനായിട്ട് കുറച്ച് ലേറ്റായെന്ന് അറിയാം. ഡേ 38 കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം നമുക്ക് ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. ഇപ്പോൾ പരീക്ഷാകാലമായതുകൊണ്ട്, കുട്ടികളുടെ പരീക്ഷ ആയതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇനി മുതൽ നമുക്ക് കൃത്യമായിട്ട് ക്ലാസ് ഇടാം. ഡേ 39 ഇന്ന് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിലെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും. നമുക്ക് നോക്കാം. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയുള്ള ആർട്ടിക്കിളുകൾ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനി സുപ്രീം കോടതി ഭരണഘടനയുടെ സംരക്ഷകൻ എന്നാണ് അറിയപ്പെടുന്നത്. ഭരണഘടനയുടെ സംരക്ഷകൻ, ഇന്ത്യയുടെ പരമോന്നത കോടതി, ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ, ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഇനി നമ്മൾ പറഞ്ഞു 124 മുതൽ 147 വരെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളാണ്, അനുച്ഛേദങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് അനുച്ഛേദങ്ങൾ ഞാനിവിടെ എടുത്തു പറയുന്നുണ്ട്, നമുക്ക് പഠിക്കാം. ആദ്യത്തേത് ആർട്ടിക്കിൾ 124(1). അത് ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണം എന്നനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 124(1). അതുപോലെ 124(2). അത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 124(2). ഈ ആർട്ടിക്കിൾ 124(3). അത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ യോഗ്യത എന്താണെന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 124(3). അടുത്തത് 124(4). അത് സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിളാണ്. അടുത്തത് 137. ആർട്ടിക്കിൾ 137 എന്ന് പറയുന്നത് സുപ്രീം കോടതിക്ക് അതിൻ്റെ തന്നെ ഉത്തരവുകളോ ന്യായവിധികളോ പുനഃപരിശോധിക്കാനുള്ള അധികാരം. അതാണ് ആർട്ടിക്കിൾ 137. ഏതാണ്? സുപ്രീം കോടതിക്ക് അതിൻ്റെ തന്നെ ഉത്തരവുകളോ വിധിന്യായങ്ങളോ പുനഃപരിശോധിക്കാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 137. സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് സുപ്രീം കോടതി നിലവിൽ വരുന്നത്. നിലവിൽ വന്ന ഡേറ്റ് 1950 ജനുവരി 28 സുപ്രീം കോടതിയുടെ സ്ഥിരമാസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലെ തിലക് മാർഗ് സുപ്രീം കോടതിയുടെ സ്ഥിരമാസ്ഥാനം. ഇനി 1950 സുപ്രീം കോടതി നിലവിൽ വന്ന സമയത്തുള്ള ജഡ്ജിമാരുടെ എണ്ണം 8 ജഡ്ജിമാരായിരുന്നു ഉണ്ടായിരുന്നത്. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 8 ജഡ്ജിമാരായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ 2019 ഭേദഗതി പ്രകാരം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 34 ആണ്. 34 ജഡ്ജിമാരാണ്, ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ. ഇനി സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുന്നിലാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി നമുക്ക് സുപ്രീം കോടതിയുടെ കുറച്ച് അധികാരങ്ങളെ കുറിച്ച് നോക്കാം. സുപ്രീം കോടതിയുടെ ആദ്യത്തെ അധികാരം തനതധികാരം, അതായത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. അതായത് ചില കാര്യങ്ങൾ കീഴ്ക്കോടതിയിൽ എത്താതെ തന്നെ നേരിട്ട് സുപ്രീം കോടതിയിൽ പരിഗണനയ്ക്ക് എടുക്കാനായിട്ട് പറ്റും. അതിന് സുപ്രീം കോടതിയുടെ തനതധികാരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫെഡറൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ സുപ്രീം കോടതിക്ക് ഒരു മധ്യസ്ഥൻ്റെ പങ്ക് ഉറപ്പിക്കുന്നതാണ് തനതധികാരം. ഫെഡറൽ സമ്പ്രദായത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിലും വിവിധ സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലും ഉണ്ടാകുന്ന നിയമപരമായ തർക്കങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് തനതധികാരം. അതായത് ചില കാര്യങ്ങൾ കീഴ്ക്കോടതിയിൽ എത്താതെ നേരിട്ട് സുപ്രീം കോടതിയിൽ പരിഗണനയ്ക്ക് എടുക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അതാണ് തനതധികാരം. ഇനി അപ്പീലധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളും പുനഃപരിശോധിക്കുക എന്നതാണ് അപ്പീലധികാരം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ പുനഃപരിശോധിക്കാം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി. ഹൈക്കോടതിയുടെ തീർപ്പുകൾക്കെതിരെയൊക്കെ നമുക്ക് അപ്പീൽ സമർപ്പിക്കാൻ പറ്റുക സുപ്രീം കോടതിയിലാണ്. അടുത്തത് സുപ്രീം കോടതിയുടെ ഉപദേശാധികാരമാണ്. അതായത് സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിക്ക് ഉപദേശം കൊടുക്കാനുള്ള അധികാരമുണ്ട്. അതായത് രാഷ്ട്രപതിക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കണമെങ്കിൽ സുപ്രീം കോടതിയോട് ചോദിക്കാം. അപ്പോൾ സുപ്രീം കോടതി അതിനാവശ്യമായ ഉപദേശങ്ങൾ നൽകും. അത് ഏതൊക്കെ കാര്യങ്ങളിലാണെങ്കിൽ ഏതെങ്കിലും പൊതു പ്രാധാന്യമുള്ള നിയമത്തിൻ്റെയോ വസ്തുതയുടെയോ കാര്യത്തെക്കുറിച്ച്
അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് മുമ്പുള്ള ഉടമ്പടി, കരാറ് അല്ലെങ്കിൽ മറ്റു ഉപകരണങ്ങൾ എന്നിവയിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും തർക്കങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് ഉപദേശങ്ങൾ തേടാവുന്നതാണ്. അപ്പോൾ ആ ഉപദേശം സുപ്രീം കോടതി നൽകും. ഓക്കെ, അപ്പോൾ അതാണ് സുപ്രീം കോടതിയുടെ ഉപദേശ അധികാരം. അത് സുപ്രീം കോടതിക്ക് ആ ഒരു കാര്യത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റില്ല. അത് സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുകയോ രാഷ്ട്രപതിയോട് നേരിട്ട് സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യാം. അല്ലാതെ രാഷ്ട്രപതി ചോദിച്ച ഉപദേശം, അതിൻ്റെ അഭിപ്രായം വേറെ എവിടെയും പറയാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഇല്ല. അത് രാഷ്ട്രപതിക്ക് അയക്കാം. അത് അയച്ചാൽ അത് രാഷ്ട്രപതിക്ക് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. ഇനി കുറച്ച് സുപ്രീം കോടതിയുടെ കുറച്ച് വരാറുള്ള ടൈപ്പ് ചോദ്യങ്ങളാണ്. അതായത് കൽക്കട്ട സുപ്രീം കോടതിയുടെ പ്രത്യേകത എന്താ? ഏറ്റവും ആദ്യത്തെ സുപ്രീം കോടതിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ സുപ്രീം കോടതിയാണ് കൽക്കട്ട സുപ്രീം കോടതി. 1774 സ്ഥാപിതമായത്. കൽക്കത്തയിലാണ് സ്ഥാപിതമായത്. 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചിട്ടാണ് കൽക്കട്ട സുപ്രീം കോടതി നിലവിൽ വരുന്നത്. വാറൻ ഹേസ്റ്റിങ്സ് ആണ് സുപ്രീം കോടതി അവിടെ നിർമ്മിക്കാനായിട്ട് മുൻകൈ എടുത്തത്. കൽക്കട്ട സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് സർ എലീജ ഇംപെ ആണ്. ഇനി കുറച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരും അവരുടെ പ്രാധാന്യവും നോക്കാം. ജസ്റ്റിസ് എം ഹിദായത്തുള്ള, അത് രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിച്ചിട്ടുള്ള ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് എം ഹിദായത്തുള്ള. അടുത്തത് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ, സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ. അടുത്തത് ജസ്റ്റിസ് പി ഗോവിന്ദമേനോൻ, സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളിയാണ് ജസ്റ്റിസ് പി ഗോവിന്ദമേനോൻ. ഇനി അടുത്തത് ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡ്, ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ വ്യക്തിയാണ് വൈ വി ചന്ദ്രചൂഡ്. 7 വർഷവും 5 മാസവും അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റിട്ടുണ്ട്. ഇനി ഏറ്റവും കുറച്ചു കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആളാണ് കമൽ നരൈൻ സിംഗ്, KN സിംഗ് എന്നാണ് അറിയപ്പെടുക. വെറും 17 ദിവസം മാത്രമാണ് അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ളത്. കമൽ നരൈൻ സിംഗ്, KN സിംഗ്. അടുത്തത് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്, സുപ്രീം കോടതിയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസാണ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. ഇനി സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ വനിത ഫാത്തിമ ബീവിയാണ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ വനിത ഫാത്തിമ ബീവിയാണ്. സുപ്രീം കോടതിയിൽ അഭിഭാഷകയായിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ വനിത ഇന്ദു മൽഹോത്ര. സുപ്രീം കോടതിയിൽ അഭിഭാഷക ആയിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായ വനിതയാണ് ആദ്യത്തെ. ഇനി SM സിക്രി, അഭിഭാഷകനായിരിക്കെ നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ വ്യക്തിയാണ് SM സിക്രി. ഇനി അടുത്തത് KS ഹെഗ്ഡെ, അത് സുപ്രീം കോടതി ജഡ്ജിയായ ശേഷം ലോക്സഭ സ്പീക്കറായ വ്യക്തിയാണ് KS ഹെഗ്ഡെ. ഇനി അടുത്തത് 2022 ഡിസംബറിൽ സുപ്രീം കോടതിയിൽ രൂപീകരിക്കപ്പെട്ട വനിതാ ബെഞ്ചിൽ ഉൾപ്പെട്ട 2 പേരാണ് ജസ്റ്റിസ് ഹിമ കോഹ്ലി, അതുപോലെ ജസ്റ്റിസ് ബേല M ത്രിവേദി. ഇവർ സുപ്രീം കോടതിയിൽ രൂപീകരിക്കപ്പെട്ട 2022 വനിതാ ബെഞ്ചിൽ ഉൾപ്പെട്ടവരാണ്. ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ ആർട്ടിക്കിൾ 214 മുതൽ 231 വരെയുള്ള ആർട്ടിക്കിളുകൾ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 1861 ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വരുന്നത്. ആ ഒരു ബേസിലാണ് 1862 ആദ്യത്തെ ഹൈക്കോടതി നിലവിൽ വരുന്നത്. 1862. ഇനി രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമനം, അതുപോലെ അവരെ നീക്കം ചെയ്യൽ, അതായത് ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുക, അതുപോലെ അവരെ നിയമിക്കുക, അതൊക്കെ രാഷ്ട്രപതിയാണ് ചെയ്യുക. ഇനി അവരുടെ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറാണ് ഹൈക്കോടതി. ഗവർണറുടെ മുന്നിലാണ് ഹൈക്കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുക. ഇനി അവർക്ക് വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. 62 വയസ്സ്. ഗുവാഹത്തി ഹൈക്കോടതി
ഗുവാഹത്തി ഹൈക്കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാര പരിധിയിലുള്ള ഹൈക്കോടതിയാണ് ഗുവാഹത്തി ഹൈക്കോടതി. 4 സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലുള്ള ഹൈക്കോടതിയാണിത്. ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം ഈ സംസ്ഥാനങ്ങളൊക്കെയാണ് ഗുവാഹത്തി ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നത്. ഇനി ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയെക്കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ 25ാമത്തെ ഹൈക്കോടതിയാണ് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി. 2019 ജനുവരി 1-ാം തീയതിയാണിത് നിലവിൽ വരുന്നത്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം അമരാവതിയാണ്, അമരാവതി. ഇനി ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് സി പ്രവീൺ കുമാറാണ്, ജസ്റ്റിസ് സി പ്രവീൺ കുമാർ. ഇനി നമുക്ക് കേരള ഹൈക്കോടതിയുടെ കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ നോക്കാം. 1956 നവംബർ 1-ാം തീയതിയാണ് കേരള ഹൈക്കോടതി സ്ഥാപിതമായത്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്, കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് KT കോശിയാണ്, KT കോശി. ഇനി കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ആദ്യത്തെ വനിത സുജാത മനോഹറാണ്, സുജാത മനോഹർ. അതുപോലെ കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് KK ഉഷയാണ്, KK ഉഷ. അതുപോലെ കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ വനിതാ ജഡ്ജി അത് അന്ന ചാണ്ടിയാണ്, അന്ന ചാണ്ടി. നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് മറ്റ് സോഴ്സുകളിൽ നിന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ ടോപ്പിക്സൊക്കെ നമ്മൾ അവസാനിച്ചേക്കാണ്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരും. അപ്പോൾ നമ്മൾ 100 ഡേയ്സ് ചലഞ്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ ഉഴപ്പുന്ന ഓരോ നിമിഷവും നമ്മുടെ മുന്നിലേക്ക് ആളുകൾ നമ്മളെ തോൽപ്പിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ജോലി നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ സിലബസ് വൈസ് ക്ലാസ്സുകൾ മാത്രമാണ് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ 100 ഡേയ്സ് ചലഞ്ച് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഈ 100 ദിവസം പഠിക്കുക എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. 100 ഡേയ്സ് സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ ആദ്യം കാണണം. അത് കണ്ടതിന് ശേഷം വേണം നമ്മളുടെ ഈ ഒരു ചലഞ്ച് നിങ്ങൾ പിന്തുടരാനായിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളതിൽ പറയുന്ന പോലെ പഠിക്കണം. അപ്പോൾ ഈ ഒരു ടോപ്പിക് വൈസ് സ്റ്റഡി മാത്രമല്ല, സിലബസ് വൈസ് സ്റ്റഡി മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മൾ ഇംഗ്ലീഷും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് SCRTയും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ഏതാണ് നിങ്ങളുടെ സൗകര്യപ്രദമുള്ള സമയമെടുത്ത് നിങ്ങളത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതിനു മുൻപ് നാളെ മോക്ക് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഈ ടോപ്പിക്കിൻ്റെ, രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ. അപ്പോൾ അതെല്ലാവരും ചെയ്യണം. ഓക്കെ, അപ്പോൾ നാളെ കാണാം. മറക്കണ്ട, ഞാൻ ഈ 100 ഡേയ്സ് സ്റ്റഡി ടൈം ടേബിളിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ എല്ലാവരും കാണാം, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ നിർബന്ധമായും രേഖപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.